ഹലോ ഗായ്സ്, സാലൂസ് റിയാലിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ് ഗായ്സ്, ഞങ്ങൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സുകളെ കണ്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സുകൾ അതിലൊരു ഇത്താത്ത വന്ന് വീട്ടിലേക്ക് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. കോഴിക്കോടുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വിചാരിക്കുക. അപ്പോൾ പോകുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ നമ്മൾ. അപ്പോൾ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാൻ വിചാരിക്കുക. അപ്പോൾ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കണം എങ്ങനെ കാണാം കേട്ടോ. നമുക്ക് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. 250 ഗ്രാം ക്യാരറ്റ്, 7 കോഴിമുട്ട, പിന്നെ ഒരു 6-7 ഏലക്കായോ അല്ലെങ്കിൽ വാനില എക്സ്ട്രാക്ട്സോ മതി. എൻ്റെ ഒരു വാനില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്കായ ഇട്ടു. പിന്നെ പഞ്ചസാര നമ്മൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇടുക. പിന്നെ വേണ്ടത് 10 രൂപൻ്റെ അമൂല്യൻ്റെ പാൽപ്പൊടി ഉണ്ട്, അത് 2 പാക്കറ്റ്, ഒരു 3-4 ടേബിൾ സ്പൂണ് ഓയിൽ. ഏത് ഓയിലും പറ്റും കേട്ടോ. പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതാണെങ്കിലും പറ്റും. നമുക്ക് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ക്യാരറ്റ് ജ്യൂസ് ജാറിലേക്ക് ഇടുക, മിക്സിൻ്റെ. എന്നിട്ട് മിക്സിന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസായ എഗ്ഗ്, പിന്നെ നമ്മളെ ഏലക്കായ, പിന്നെ പഞ്ചസാരൊക്കെ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് കേട്ടോ. ഞാനൊരു 4-5 ടേബിൾ സ്പൂണാണ് അതിൽ യൂസ് ചെയ്തത്. അതിന് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഓയിലിന് അങ്ങനെ കണക്കൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഒരു കുറച്ച് മതി, ഒരു 3-4 ടേബിൾ സ്പൂണ് മതി കേട്ടോ. പിന്നെ നമ്മൾ പാൽപ്പൊടി 10 രൂപൻ്റെ 2 പാക്കറ്റ് അമൂല്യ പാൽപ്പൊടി കേട്ടോ. നമുക്കിതെല്ലാം കൂടി ഒന്ന് നൈസാക്കി ജ്യൂസാക്കി അടിച്ചെടുക്കാം കേട്ടോ. കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ജ്യൂസി ആക്കി എടുക്കാം. അപ്പോൾ അടിച്ചെടുത്ത് ഉണ്ട് നല്ല ജ്യൂസായിട്ട്. എന്നിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു ഇതിലേക്ക് എത്തുന്നവരെ നന്നായിട്ട് അടിച്ചെടുക്കണം. പിന്നെ നമുക്ക് അടുപ്പത്തൊരു പാന് ചൂടാക്കാൻ വെക്കാം. അടിയിലൊരു തട്ടൊക്കെ വെച്ചിട്ട് അടിയിൽ തട്ടുണ്ടല്ലോ. പിന്നെ പാനെല്ലാം ചൂടായിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചൊന്ന് നല്ലോണം റൗണ്ടിൽ ചുറ്റിച്ചെടുക്കുക കേട്ടോ. നല്ല അടിക്ക് പിടിക്കാണ്ടിരിക്കാനാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്, അടിക്ക് പിടിക്കൊന്നുമില്ല. നല്ലൊരു സമാധാനത്തിന് ഇത്തിരി ഓയിലാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ എൻ്റെ ബാറ്റർ അതിലേക്ക് മെല്ലെ ഒഴിച്ച് കൊടുക്കുക.
നല്ല ഫുള്ളാക്കി അതിലേക്ക് പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ബാറ്റർ. ഇത് സിമ്മിലിടണേ, ഗ്യാസ് ഫ്ലെയിം എപ്പോഴും സിമ്മിലായിരിക്കണം കേട്ടോ. പാന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 15 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെന്ത് വരും. ഇപ്പോൾ അതാ വെന്ത മണം വരുന്നുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് മൂടി തുറന്ന് നോക്കി. നല്ല ആവി വറക്കണ ക്യാരറ്റ് കേക്ക് റെഡി. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ, പെട്ടെന്നാവും ചെയ്യും. എല്ലാവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസുമാണ്, പ്രത്യേകിച്ച് അതിലൊന്നും കൂട്ടാനൊന്നുമില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നമുക്ക് പാനിൽ നിന്നും മാറ്റാം കേട്ടോ. ഒരു പ്ലേറ്റിലേക്കോ തട്ടിലേക്കോ എന്തിലേക്കെങ്കിലും മാറ്റാണ് കേട്ടോ. ഈ മാറ്റൽ കുറച്ച് റിസ്ക്കാണ് ഗൈസ്. ഇതാണ് മാറ്റിയിട്ടുള്ള അതിൻ്റെ അടിവശമാണ് കേട്ടോ. തിരിച്ചിട്ട് എന്താണ് ഫൈനൽ ലുക്ക്. ഇതിൽ അണ്ടിയും കിസ്മിസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാം. ഞാനത് വാങ്ങാൻ മറന്നുപോയി, അതുകൊണ്ട് എനിക്ക് വെക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കരുത് ഗായ്സ്. അപ്പം നമ്മൾ ഒരു യാത്ര പോവാണ്. നമ്മളന്ന് പരിചയപ്പെട്ട ഒരു താത്തൻ്റെ വീട്ടിലാണ്, നഫീസാത്തൻ്റെ വീട്ടിൽ. നഫീസാത്തന്നെ രാവിലെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. പോകുന്ന കാഴ്ചകളൊക്കെ നേരിട്ട് കാണാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. വീട്ടിൽ നിന്നും ഏകദേശം 20 കിലോമീറ്ററിൻ്റെ അടുത്ത് പോകാനുണ്ട്. വഴിയാണ് അങ്ങനെ തൊണ്ടയാട് ജംഗ്ഷൻ എത്തി. തൊണ്ടയാട് ജംഗ്ഷനിൽ നിന്നും NH66 കയറി. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ അടുത്ത് പോയാൽ മേത്തോട്ത്തായം ജംഗ്ഷൻ എത്തും. മേത്തോട്ത്തായം ജംഗ്ഷനിൽ നിന്നും മേത്തോട്ത്തായത്തേക്ക് എത്തി. മേത്തോട്ത്തായത്തെ തിരിഞ്ഞ് മേത്തോട്ത്തായത്തുനിന്നും കിനാശ്ശേരി കുളങ്ങരപ്പീടിയ റോഡുണ്ട്. ആ റോട്ടിലാണ് തൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ ആ റോട്ടിലേക്ക് തിരിഞ്ഞ് ഏകദേശം വീടെത്താറായിട്ടുണ്ട്. ഞങ്ങളിതാ വീട്ടിലെത്തി. ഇതാ ഈ വീൽ ചെയറിൽ ഇരിക്കുന്നതാണ് താത്ത, നമ്മളെ നഫീസാത്തൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ നഫീസാത്ത വീട്ടിൽ പോയപ്പോൾ നഫീസാത്ത കുറേ കടികൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഞങ്ങൾ വരുന്ന പറഞ്ഞിട്ട്. അതിൻ്റെ കൂടെ ഞങ്ങളെ ക്യാരറ്റ് കേക്കും അതാ കാണുന്നു. അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് അവിടുന്ന് പിരിഞ്ഞു. ഇത്രയാണുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ ഞങ്ങളൊരു പുതിയ ടോപ്പിക്കുമായിട്ട് വരും. ഓക്കെ, ബൈ.